വെൽക്കം ബാക്ക് ടു റിവിഷൻ ടോക്ക്. ഞാൻ മുഹമ്മദ് ബഷീർ, കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ് എടുക്കുന്നത്. ഓരോ പ്രിൻസിപ്പിൾസും കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് പറയാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററിലേക്ക് തന്നെ പോകാവുന്നതാണ്. ആദ്യമായി നമുക്ക് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായി നമുക്കറിയാം, അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. അക്കൗണ്ടിംഗ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഒരു ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ ലാംഗ്വേജ് എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, ഒരു ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആ കാര്യം മനസ്സിലാവണമെങ്കിൽ നമുക്കറിയാം, അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ റൂൾസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ കൺസെപ്റ്റ്സ് അല്ലേ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കും പറയാനുള്ളത്, ഒരു ലാംഗ്വേജ് പറയുന്ന അതേപോലെ അല്ലേ, ടു മേക്ക് ദ ലാംഗ്വേജ് കൺവേ ദ സെയിം മീനിങ് ടു ഓൾ ദ പീപ്പിൾ, ദ അക്കൗണ്ടൻറ്റ് ഹാവ് ടു ഫോളോ സർട്ടൻ കൺസെപ്റ്റ്സ്, സർട്ടൻ കൺവെൻഷൻസ്, സർട്ടൻ പ്രൊസീജിയേഴ്സ്. നമ്മുടെ ലോകത്തുള്ള എല്ലാ അക്കൗണ്ട് ചെയ്യുന്ന ആളുകളും, അതായത് അക്കൗണ്ടൻറ്റുമാരും ഒരേപോലെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകളും കൺവെൻഷനുകളും പ്രൊസീജിയേഴ്സും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്തുള്ള മറ്റ് ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഈ കൺസെപ്റ്റുകളെ, അല്ലെങ്കിൽ ഈ കൺവെൻഷനുകളെ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില പ്രൊസീജിയറുകളെ കലക്റ്റീവ്ലി നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് GAAP. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ നമുക്ക് 4 കാറ്റഗറി ആയി തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് അസംഷൻസ് ഓർ കൺസെപ്റ്റ് ആണ്. ആദ്യത്തെ കാറ്റഗറി അക്കൗണ്ടിംഗ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്. ഇതിൽ 4 കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, രണ്ടാമത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, മൂന്നാമത്തത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ദ ഫോർത്ത് വൺ അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. ഇങ്ങനെ 4 കൺസെപ്റ്റുകളാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിലെ അക്കൗണ്ടിംഗ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ ചില സങ്കല്പങ്ങൾ അല്ലേ, അക്കൗണ്ടിംഗ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്. ഇങ്ങനെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4 എണ്ണമാണ്. ദെൻ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ നമുക്കതിനെ കൺവെൻഷൻസ് എന്ന് പറയാം. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില കൺവെൻഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമുക്ക് 6 കാറ്റഗറി ആയി തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് ദ റവന്യൂ റിയലൈസേഷൻ, അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ. ഇങ്ങനെ 2 പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തതും ഈ പറഞ്ഞതുപോലെ 2 പേരുകളിൽ നമുക്ക് വിളിക്കാം. ഒന്നെങ്കിൽ വെരിഫയബിലിറ്റി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് വിളിക്കാം. വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി. ദെൻ മൂന്നാമത്തത് മാച്ചിങ്. ദെൻ നാലാമത്തത് ഫോർത്ത് വൺ ഫുൾ ഡിസ്ക്ലോഷർ. ഫിഫ്ത്ത് വൺ ഡ്യുവൽ ആസ്പെക്ട്. സിക്സ്ത് വൺ ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും ഇമ്പാക്റ്റുകൾ വെച്ചുകൊണ്ട് പറയാനുള്ളതായതുകൊണ്ട് ഇവിടെ നമുക്ക് വേഗം ഈ ഭാഗങ്ങളൊക്കെ പോയിന്റുകളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാം. ദെൻ അടുത്ത മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 4 കാറ്റഗറിയാക്കി തിരിക്കാം എന്ന് പറഞ്ഞതിലെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആണ്. മോഡിഫയിങ് പ്രിൻസിപ്പിൾസിലും നമുക്ക് 6 മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് പറയാവുന്നതാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ മെറ്റീരിയാലിറ്റി, സെക്കൻഡ് വൺ കൺസിസ്റ്റൻസി, തേർഡ് വൺ കൺസർവേറ്റിസം, ദെൻ ഫോർത്ത് വൺ ടൈംലിനെസ്, ദെൻ ഫിഫ്ത്ത് വൺ സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം, ദെൻ ലാസ്റ്റ് വൺ പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ മോഡിഫയിങ് പ്രിൻസിപ്പിൾസിനെയും നമുക്ക് 6 പോയിന്റുകളാക്കിയിട്ട് തിരിക്കാവുന്നതാണ്. ദെൻ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലേ. നമുക്കറിയാം, നമ്മുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഫോളോ ചെയ്യേണ്ട സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെയും
മെത്തേഡ്സിൻ്റെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള റൂൾസുകളെയും ഗൈഡ് ലൈൻസിനെയുമാണ് നമ്മളെന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന ഇത്തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതും ഫോളോ ചെയ്തുകൊണ്ടാണ് ലോകത്തുള്ള അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുണ്ട്, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4 കൺസെപ്റ്റുകളും അതേപോലെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന 6 കാറ്റഗറിയിലുള്ള 6 പോയിന്റുകൾ, അതേപോലെ മോഡിഫയിങ് പ്രിൻസിപ്പിൾസും ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ കാണുന്നത് പോലെയുള്ള 6 എണ്ണം. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇന്ന് പ്രിൻസിപ്പിൾസിലെ നേരത്തെ കണ്ട ഓരോ കാര്യങ്ങൾ, അതായത് 16ഓളം വരുന്ന കാര്യങ്ങളാണ് നമ്മളിതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മറ്റേത് നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ആയിട്ടുള്ള 4 പോയിൻറ്റ്സ്, അതേപോലെ കൺവെൻഷൻസ് ആയിട്ടുള്ള 6 പോയിൻറ്റ്സ്, ദെൻ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ഈ 6 പോയിൻറ്റ്, അങ്ങനെ 16 പോയിൻറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ആ 16 പോയിന്റുകൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കൂടുതലായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തന്നെ നേരത്തെ നമ്മൾ കേട്ട ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നമുക്കതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്, ഈ ഓരോ പ്രിൻസിപ്പിളും നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത്, ഈ ഓരോ കൺസെപ്റ്റും നമ്മൾ ബിസിനസ്സിൽ ഫോളോ ചെയ്യുന്ന സമയത്ത് അത് ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്ന് തിരിച്ച് നമുക്കതിനെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ തിരിച്ച് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ഇമ്പാക്റ്റ് വെച്ചുകൊണ്ട് പറയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആദ്യത്തെ പ്രിൻസിപ്പിൾ നമുക്കറിയാം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എല്ലാവർക്കും അറിയാം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും പറയും എന്താ, ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ. അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, ചിലപ്പോൾ നമ്മൾ കാണാതെ വരെ പഠിച്ചിട്ടുണ്ടാവും, എന്താ ബിസിനസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പക്ഷേ തിരിച്ച് നമുക്കൊരു എക്സാമ്പിൾ തന്ന് ഇത് ബിസിനസ് എൻറ്റിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാറില്ല. ചിലപ്പോൾ എക്സാമിന് നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ധാരാളം നമ്മുടെ +1 അക്കൗണ്ടിങ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുപകരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. നോക്കാം, ഇവിടെ 4 എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്, ക്യാപിറ്റൽ ആൻഡ് പ്രോഫിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ലാബിലിറ്റി. ക്യാപിറ്റലും പ്രോഫിറ്റും നമ്മൾ ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ടാണ്. കാരണം ഓണർ വേറെയാണ്. ഓണർ ബിസിനസ്സിലേക്ക് എമൗണ്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളതിനെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. അതുപോലെ പ്രോഫിറ്റും, ക്യാപിറ്റലിന് മാത്രമല്ല പ്രോഫിറ്റിനെയും നമ്മൾ ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള കാരണം എന്ത് കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്, ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ തിരിച്ചിങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ് അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൊണ്ടുവന്ന ഓണർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ബിസിനസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിനെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ബിസിനസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ബിസിനസ്സിനായിട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ബിസിനസ്സും ഓണറും ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ബിസിനസ്സിൽ എന്തായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തായിട്ട് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ട്രീറ്റഡ് ആസ് ഇൻകം. ഇപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഡ്രോയിങ്സ് എന്ന് പറയുന്ന എമൗണ്ട് ഓണർ വിഡ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മുകളിൽ വരുന്ന ഇൻട്രസ്റ്റ് ഒരു ഇൻകമായിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇൻകമായിട്ട് എടുക്കുന്നത്, കാരണം ഓണർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ നമ്മളതിനെ എന്താണ്, ഓണറെ ഈ ബിസിനസ്സിൻ്റെ പുറത്തുള്ള ഒരാളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് എമൗണ്ട് തരുന്ന സമയത്ത് അതിവിടെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടോ. അപ്പം ഓണറും ബിസിനസ്സും ഒന്നല്ല, അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യണം. നാലാമത്തെ എക്സാമ്പിൾ നോക്കൂ, പേഴ്സണൽ കാർ ഓഫ് ഓണർ. അത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാറാണ്. അപ്പോൾ ഓണറുടെ പേഴ്സണൽ ആയിട്ടുള്ള കാറിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല അല്ലേ. പേഴ്സണൽ കാർ ഓഫ് ഓണർ ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ബിസിനസ് അക്കൗണ്ട്. ബിസിനസ്സിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ കൂട്ടിച്ചേർക്കാൻ പാടില്ല, കാരണം അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇതിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല, കാരണം ബിസിനസ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ ഈ ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന, ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മനസ്സിലാക്കാൻ ഇത് കൂടുതൽ ഉപകാരപ്പെടും, അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാവുന്നതാണ്.
മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പറയാറുണ്ട് എന്താ, വി റെക്കോർഡ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ഓൺലി എന്നൊക്കെ നമ്മൾ ഊന്നി പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചില എക്സാമ്പിൾസ് ഒക്കെ നോക്കൂ. അപ്പോൾ അത് നമുക്ക് പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. പക്ഷേ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഇത് പറയുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആവും. നോക്കൂ, എംപ്ലോയി സ്കിൽ ലെവൽ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കനോട്ട് ബി റെക്കോർഡഡ്. ഒരു എംപ്ലോയിയുടെ അയാൾക്ക് എത്രത്തോളം സ്കില്ലുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന സാഹചര്യവും മറ്റു കാര്യങ്ങളും, വർക്കിംഗ് കണ്ടീഷൻസ്, അതൊന്നും നമുക്ക് അക്കൗണ്ടിങ്ങിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ കാര്യങ്ങളെയൊന്നും നമുക്ക് പണത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ എക്സാമ്പിൾസ് നോക്കൂ, പ്രൊഡക്റ്റ് ഡ്യൂറബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും ഒന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്ത് അതെത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് ബിസിനസ്സിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതൊക്കെ ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂ, റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. ദെൻ ദ ക്വാളിറ്റി ഓഫ് കസ്റ്റമർ സപ്പോർട്ട് ഓർ ഫീൽഡ് സർവീസ് അല്ലേ, നമ്മൾ കസ്റ്റമർ സപ്പോർട്ട് സർവീസസ്, ഫീൽഡ് സർവീസസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർ സപ്പോർട്ട് സർവീസസും ഫീൽഡ് സർവീസസും ഒക്കെ ഗുഡാണ് ബാഡാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതല്ലാതെ അത് ഇത്ര രൂപയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണമെങ്കിൽ, അതിന് നല്ല ലാഭം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് ഉണ്ടാവണം അല്ലേ, ദ എഫിഷ്യൻസി ഓഫ് ദി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്. പക്ഷെ അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല? അതിൻ്റെ കാരണം അത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം നമുക്കത് പണത്തിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമതായി നമ്മൾ പോകുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലേക്കാണ്. ഗോയിങ് കൺസേൺ നമ്മൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടികൾ അതിന് ആൻസർ ആയിട്ട് പറയാറുണ്ട്. എന്താ ഗോയിങ് കൺസേൺ? എ ബിസിനസ് ഈസ് എ ഗോയിങ് കൺസേൺ, നോട്ട് എ ഗോൺ കൺസേൺ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. നമുക്ക് എക്സാമ്പിൾസിലേക്ക് പോകാം, നോക്കാം. ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. ഡിപ്രിസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദിസ് അസറ്റ് വിതൗട്ട് റെഫറൻസ് ടു ദെയർ മാർക്കറ്റ് വാല്യൂ അല്ലേ. ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് ഡിപ്രിസിയേഷൻ നമ്മളത് മൈനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. നമ്മൾ ആ കോസ്റ്റ് കാണിച്ചതിൽ നിന്നും പിന്നെ അതിൻ്റെ വാല്യൂ കുറയുന്നത് അത് ഡിപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ അത് ചെയ്യാറ് അല്ലേ. ഓൺ ദീസ് അസറ്റ് വിത്തൗട്ട് റെഫറൻസ് ടു ദെയർ മാർക്കറ്റ് വാല്യൂ. അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഒന്നും നമ്മൾ റെഫർ ചെയ്യാറില്ല. ആ മാർക്കറ്റ് വാല്യൂ ഒന്നും റെഫർ ചെയ്യാതെ നമ്മൾ വാങ്ങിച്ച കോസ്റ്റ് അതിൽ നിന്നും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നു. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസറായിട്ട് കൊടുക്കേണ്ടത് അത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഔട്ട്സൈഡ് പാർട്ടീസ് എൻ്റർ ഇൻ ടു ലോങ് ടേം കോൺട്രാക്ട് വിത്ത് ദ ഫേം. അതേപോലെ ഗീവ് ലോൺസ്, ഫേം ആൻഡ് ഗീവ് ലോൺസ്. അവിടെ ഒരു ആൻഡ് ഗീവ് ലോൺസ് എന്ന് പറയാം അല്ലേ. ഔട്ട്സൈഡ് പാർട്ടീസ് എൻ്റർ ഇൻ ടു ലോങ് ടേം കോൺട്രാക്ട് വിത്ത് ദ ഫേം ആൻഡ് ഗീവ് ലോൺസ്. പല പുറത്തുള്ള ആളുകളും നമ്മുടെ ബിസിനസ്സുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. അത് കസ്റ്റമേഴ്സ് ആവാം, സപ്ലയേഴ്സ് ആവാം, പല രീതിയിലുള്ള ആളുകളാവാം. അപ്പോൾ ലോങ് ടേം കോൺട്രാക്റ്റിൽ അവർ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ബിസിനസ് എന്താണ്, ഈസ് എ ഗോയിങ് കൺസേൺ. ഇത് ഇന്ന് പ്രവർത്തിച്ചതുപോലെ നാളെയും മറ്റന്നാളും അല്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വർഷങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലോങ് ടേം കോൺട്രാക്റ്റിലും എഗ്രിമെൻറ്റിലും ഒക്കെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് കാലത്തേക്കുള്ള ലോണുകളൊക്കെ നമ്മൾ എടുക്കുന്നത് ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നോക്കൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് കറണ്ട് ആൻഡ് ഫിക്സഡ് അസറ്റ്. നമ്മൾ അസറ്റുകളെ അത് ലോങ് ടേമിലേക്കുള്ളതാണെങ്കിൽ, ഒരുപാട് കാലത്തേക്കുള്ള ഉപയോഗത്തിനാണെങ്കിൽ അതിനെ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റും എന്നൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാബിലിറ്റിയെ ഷോർട്ട് ടേം എന്നും ലോങ് ടേം എന്നും ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അതിലൊരു 3 കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. ദെൻ നമുക്ക് അടുത്തതിലേക്ക് പോകാവുന്നതാണ്. എന്താണ് അക്കൗണ്ടിങ് പീരിയഡ് കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ക്ലിയർ ആവും. അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത് 12 months ആണ്. അത് സ്റ്റാർട്ടിങ് ഫ്രം 1st January ടു എൻഡിങ് വിത്ത് അല്ലേ 31st December ആവാം, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം 1st April ടു എൻഡിങ് വിത്ത് 31st March ആവാം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സാമ്പിളിലേക്ക് പോവാം. പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ബൈ മാച്ചിങ് റവന്യൂ വിത്ത് എക്സ്പെൻസസ് ഫോർ ഗെറ്റിംഗ് കറക്റ്റ് റിസൾട്ട്. അപ്പോൾ ഇതിലെ മാച്ചിങ് എന്നൊക്കെ വേർഡ് കാണുമ്പോഴത്തേക്ക് ഇത് മാച്ചിങ് ആണെന്ന് പറയരുത്. പറഞ്ഞത് മുഴുവനായിട്ട് ശ്രദ്ധിക്കണം. എന്താ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ബൈ മാച്ചിങ് റവന്യൂ
അപ്പോൾ ഒരു വർഷത്തെ മുഴുവൻ റവന്യൂവും ആ വർഷത്തെ മുഴുവൻ എക്സ്പെൻസും തമ്മിൽ നമ്മൾ മാച്ച് ചെയ്യുന്നു. അങ്ങനെ മാച്ച് ചെയ്തിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു അല്ലേ. അങ്ങനെ നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത് അവിടെ ഒരു പീരീഡ് വെച്ചുകൊണ്ടാണ്. പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് ഓഫ് ദി ഇയറിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് മാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ പീരിയഡ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്, ഇത് നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ്. നോക്കൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഇൻറ്റു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ഇന്നലെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇൻകം എക്സ്പെൻഡിച്ചർ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ രീതിയിൽ, ഇനി അത് ക്ലിയർ ആവാത്ത ആളുകൾ നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ, അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ആ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയും കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഇൻറ്റു അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ നമ്മളതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പീരിയഡ് വെച്ചുകൊണ്ടാണ്. ഇത്ര സമയത്തേക്കുള്ള അസറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര കാലത്തേക്കുള്ളതാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ. അവിടെ ഒരു പീരിയഡ് വെച്ചുകൊണ്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ. ഇപ്പോൾ റെൻറ്റ് റിസീവ്ഡ്, ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എക്സെട്ര ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺ ടൈം ബേസിസ് അല്ലേ. ഇതൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ടൈം വെച്ചുകൊണ്ടാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. റെൻറ്റ് ഫോർ ദി മന്ത് ഓഫ് മാർച്ച് 2018 ആക്ച്വലി റിസീവ്ഡ് ഇൻ ഏപ്രിൽ 2018 വിൽ ബി ട്രീറ്റഡ് ആസ് റവന്യൂ. നോക്കൂ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവിടുത്തെ ആ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. റെൻറ്റ് ഫോർ ദി മന്ത് ഓഫ് മാർച്ച് 2018. അപ്പോൾ ഇവിടെ മാർച്ച് 2018 എന്ന് പറയുന്ന ആ ഇയർ, മാർച്ച് 2018 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2017-18. അവിടെ ഒരു 0 അധികം വന്ന് പോയിട്ടുണ്ട് ടൈപ്പ് ചെയ്ത സമയത്ത്, അത് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2017-18 എന്നുള്ള രീതിയിൽ ഇതിനെ വായിക്കുക. 2017-18 കാലഘട്ടത്തിലേക്കുള്ള ഒരു റെൻ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാണ് കിട്ടിയത്? ആക്ച്വലി റിസീവ്ഡ് ഓൺ ഏപ്രിൽ 2018. പക്ഷേ അത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 2018 കിട്ടിയതെങ്കിൽ പോലും നമ്മളത് ഏത് വർഷത്തെ റെൻ്റായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്? 2017-18 റെൻ്റായിട്ട് എടുക്കേണ്ടതുണ്ട്. ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അതങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ റവന്യൂ റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ നോക്കാം അല്ലേ. ഇഫ് ഇൻട്രസ്റ്റ് ഓഫ് ഏപ്രിൽ 2018, അപ്പോൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ. ഇഫ് ഇൻട്രസ്റ്റ് ഓഫ് ഏപ്രിൽ 2018 ഇൻട്രസ്റ്റ് ആണ് റിസീവ്ഡ് ഇൻ മാർച്ച് 2018. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് മാർച്ച് 2018 നമുക്ക് എന്ത് ചെയ്യുന്നത്? കിട്ടുന്നത്. ഏത് കൊല്ലത്തേക്കുള്ളതാണ്? ഏപ്രിൽ 2018 തുടങ്ങുന്ന ആ ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളതാണ്. കിട്ടുന്നത് എപ്പോഴാണ്? മാർച്ച് 2018. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 1890 നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക. ഇനി അത് ഇവിടെ തന്ന എമൗണ്ട് നമുക്ക് റിസീവ്ഡ് അഡ്വാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ മൈനസ് ചെയ്തിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്ന, റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. അപ്പം നമ്മൾ സാധാരണ ക്ലാസ്സിൽ വേറൊരു എക്സാമ്പിൾ പറയാറുണ്ട്. നമുക്കൊരു ജനുവരി 1-ാം തീയതി നമുക്കൊരു സാധനത്തിനുള്ള ഓർഡർ കിട്ടി. അതേപോലെ തന്നെ ആ ഓർഡർ കിട്ടി അത് നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി ആ സാധനങ്ങളൊക്കെ നമ്മൾ അയാൾക്ക് അയച്ചു കൊടുത്തു. അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. എപ്പോഴാണ് റവന്യൂ റിയലൈസ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മളപ്പോൾ പറയാറുണ്ട് എന്താണ്? ഫെബ്രുവരി 1-ാം തീയതിയാണ്. കാരണം ഫെബ്രുവരി 1-ാം തീയതിയാണ് ഇവിടെ ഈ ടൈറ്റിൽ ഓഫ് ഗുഡ്സ് അവിടെ വാങ്ങുന്ന ആളിലേക്ക്, വിറ്റ ആളിൽ നിന്നും വാങ്ങുന്ന ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ആ ഡേറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്തു എന്ന് പറയാറ്. നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും ഉപയോഗിക്കുന്നതായതുകൊണ്ട് അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പോൾ അത് കൂടാതെ 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ, വെരിഫയബിലിറ്റി ഓർ ഒബ്ജക്റ്റിവിറ്റി അല്ലേ. നമ്മൾ അക്കൗണ്ടിങ്ങിലുള്ള എല്ലാ കള്ളത്തരങ്ങളും, ഫ്രോഡ്, അതുപോലെ മിസ്റ്റേക്കുകളും എററുകളും ഒക്കെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ വെരിഫയബിലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ. ഇത് പ്രകാരം നമ്മുടെ അക്കൗണ്ടിങ്ങിലുള്ള എല്ലാ ട്രാൻസാക്ഷനുകൾക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് അവിടെ ഉണ്ടായിരിക്കണം. അത് വൗച്ചർ ആവാം, ബില്ലാവാം, ഇൻവോയ്സ് ആവാം അല്ലേ. ഇങ്ങനെ നമ്മൾ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള രീതി നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ എല്ലാത്തിനും ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഇതേപോലെയുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, വല്ല എറേഴ്സും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് മനസ്സിലാക്കുന്നത് വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നോക്കൂ, എൻഷുർ ദ അക്കൗണ്ട്സ് ആർ ഫ്രീ ഫ്രം ഫ്രോഡ് അല്ലേ. നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ തന്നെ ഫ്രീ ഫ്രം ഫ്രോഡ്, അങ്ങനെയുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിന്നൊക്കെ ഫ്രീ ആണ് എന്ന് നമ്മൾ പറയുന്നത്
ഈ വെരിഫയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. അക്കൗണ്ട്സ് ആർ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് ഓഫ് അക്കൗണ്ടന്റ്. അവിടെ അക്കൗണ്ടന്റിന്റെ പേഴ്സണൽ ബയാസ് ഒന്നും നമ്മുടെ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. മേക്കിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മോർ റെലവൻറ്റ് ആൻഡ് റിലയബിൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടെ റിലവൻ്റ് ആവുന്നു, റിലയബിൾ ആകുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഈ ഒബ്ജക്റ്റിവിറ്റിയും അതേപോലെ തന്നെ വെരിഫയബിലിറ്റിയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിത് കൂടുതൽ റെലവൻ്റ് ആവുന്നത്, കൂടുതൽ റിലയബിൾ ആവുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ വന്നാൽ അവിടെ അത് ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് വെരിഫയബിലിറ്റിയും ഒബ്ജക്റ്റിവിറ്റിയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന പ്രിൻസിപ്പിളാണ്. അടുത്തല്ലേ നമ്മൾ മാച്ചിങ് എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള പ്രിൻസിപ്പിളാണ് അല്ലേ. അതുകൊണ്ടൊക്കെ നമുക്ക് ആ ഏരിയയൊക്കെ നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ കുറയ്ക്കാവുന്നതാണ്. നമുക്കറിയാം, നമുക്കൊരു പ്രോഫിറ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഒരു വർഷത്തെ കംപ്ലീറ്റ് എക്സ്പെൻസസിനെ ആ വർഷത്തെ കംപ്ലീറ്റ് ഇൻകവുമായിട്ട് നമ്മൾ മാച്ച് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ഇൻ എൻ അക്കൗണ്ടിങ് പീരിയഡ് ത്രൂ ദ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ഇറ്റ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ ബിസിനസ് ഇൻ എൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് പീരിയഡൊക്കെ വെച്ചുകൊണ്ട് നമ്മളൊരു വർഷത്തെ അല്ലേ എല്ലാ എക്സ്പെൻസസിനെയും ഒരു വർഷത്തെ മുഴുവൻ ഇൻകത്തിനെയും മാച്ച് ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റിലേക്ക് വന്നാൽ ഇൻകം ഏൺഡ് ഇൻ എൻ അക്കൗണ്ടിങ് പീരിയഡ് മാച്ച്ഡ് വിത്ത് ദി എക്സ്പെൻസസ്. നമ്മളിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. ഇൻകം ഏൺഡ് ഇൻ എൻ അക്കൗണ്ടിങ് പീരിയഡ് മാച്ച്ഡ് വിത്ത് എക്സ്പെൻസസ് ഓഫ് ദാറ്റ് പീരിയഡ്. അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടാണ്. ദസ് മാച്ചിങ് ആൻഡ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ് വർക്ക് ടുഗദർ ടു നോ പ്രോഫിറ്റ്, അസറ്റ്, ലയബിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താ? ദസ് മാച്ചിങ് ആൻഡ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, മാച്ചിങ്ങും പീരിയോഡിസിറ്റി കൺസെപ്റ്റും ഒക്കെ എന്ത് ചെയ്യണം, വർക്ക് ടുഗദർ ടു നോ പ്രോഫിറ്റ്, അസറ്റ്സ്, ലയബിലിറ്റി. ഇതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ മാച്ചിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളും പീരിയോഡിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും ഒക്കെ തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരുമിച്ച് വർക്ക് ടുഗദർ, ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാവുന്നതാണ്. എന്താ? ഫുൾ ഡിസ്ക്ലോഷർ. നമുക്കറിയാം, ഒരു ബിസിനസ്സിലുള്ള എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. എല്ലാ റിലവൻറ്റും എന്താണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എല്ലാ ഇൻഫർമേഷൻസും ഫുള്ളായിട്ടുള്ള എല്ലാ റിലവൻ്റ് ആയിട്ടുള്ള അപ്പോൾ എന്താണ് ഈ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാവാം. ചിലപ്പോൾ നമ്മൾ എമൗണ്ട് വലിയ എമൗണ്ട് ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാവാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. ഇവിടെ നമുക്ക് എക്സാമ്പിളിലേക്ക് വരാം. നോക്കൂ, മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്, മെത്തേഡ് പ്രൊവൈഡിങ് ഡിപ്രിസിയേഷൻ, contingent liabilities are shown as the footnote of the balance sheet. Method of valuation of stock, method of providing depreciation, contingent liabilities are shown as the footnote of balance sheet. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർട്ട് നോട്ടിൽ കാണിക്കണം എന്ന് പറഞ്ഞാൽ അത്രയും അത് നമ്മളതിൻ്റെ ഫുൾ ഡിസ്ക്ലോഷറിൻ്റെ ഭാഗമായിട്ടാണ്. വാല്യൂ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്ത മെത്തേഡ് ഏതാണ്, ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്ത മെത്തേഡ് ഏതാണ്, എന്താണ് കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എ ലാബിലിറ്റി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. ഒരു ലാബിലിറ്റി അത് ചിലപ്പം അത് ലാബിലിറ്റിയായി മാറാം, ചിലപ്പോൾ അത് മാറണമെന്നില്ല. അത്തരത്തിലുള്ള ലാബിലിറ്റിയാണ് നമ്മൾ കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും അത് എവിടെ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർട്ട് നോട്ടിൽ എഴുതണം. അങ്ങനെ ഫോർട്ട് നോട്ടിൽ എഴുതുന്ന ഒരു പ്രാക്ടീസ് നമുക്കുണ്ട്. കാരണം അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ്. ദെൻ അതേപോലെ തന്നെ ശ്രദ്ധിക്കൂ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ബൈ വേ ഓഫ് ഫോർട്ട് നോട്ട്. മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ മാർക്കറ്റ് വാല്യൂ നമ്മളിവിടെ കാണിക്കണം. അങ്ങനെ കാണിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ ഭാഗമായിട്ടാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡ്യുവൽ ആസ്പെക്ട് അല്ലേ, ഫോർ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ദർ വിൽ ബി എ ഡ്യുവൽ ആസ്പെക്ട്, വൺ റിസീവിംഗ് ആസ്പെക്ട്, വൺ ഗിവിംഗ് ആസ്പെക്ട്, വൺ ഡെബിറ്റ് ആസ്പെക്ട്, അനദർ ക്രെഡിറ്റ് ആസ്പെക്ട് അല്ലേ. ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഇവിടത്തേക്ക് വരാം, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റിലേക്ക് വരാം. എവറി ട്രാൻസാക്ഷൻ അഫക്ട് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. ഇപ്പോൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നതാണ് രണ്ടാമത്തെ പോയിന്റ് അല്ലേ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇവിടെ ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് ഈസ് ഈക്വൽ ടു അസറ്റ് എന്നാണ് കൊടുത്തത്, അങ്ങനെയും പറയാം അല്ലേ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഏത് ആസ്പെക്ട് പ്രകാരമാണെന്ന് ചോദിച്ചാൽ അത് ഡ്യുവൽ ആസ്പെക്ട് പ്രകാരമാണ് അല്ലേ. ഇറ്റ് ഈസ് ദ കോർ ഓഫ് ദ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ഒരു തിയറിയാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. കോറായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിൻസിപ്പിളൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത പ്രിൻസിപ്പിളിലേക്ക് പെട്ടെന്ന് പോകാം. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. നോക്കൂ, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. എന്താ? ബിസിനസ് പർച്ചേസസ് എ മെഷീനറി ഫോർ ₹20,000 ബട്ട് ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ ഈസ് ₹25,000 അല്ലേ. ഒരു ബിസിനസ് എന്ത് ചെയ്തിട്ടുണ്ട്, മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് 20,000 രൂപക്ക്.
അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 25,000 രൂപ. നമ്മൾ അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 20,000 രൂപയ്ക്കായിരിക്കും. ദ അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് അറ്റ് ₹20,000 ബിക്കോസ് ഓഫ് കോസ്റ്റ് കൺസെപ്റ്റ്. അവിടെയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ മെറ്റീരിയാലിറ്റി, നെക്സ്റ്റ് വൺ. എന്താ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ? മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി ഇവിടെ നമുക്കൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റേഷനറി പർച്ചേസ്ഡ് ബൈ ഓർഗനൈസേഷൻ though not used in fully in accounting year, purchase still shown as an expense of that year because of the materiality concept. എന്താ പറഞ്ഞത്? സ്റ്റേഷനറി പർച്ചേസ്ഡ് ബൈ ഓർഗനൈസേഷൻ ദോ നോട്ട് യൂസ്ഡ് ഫുള്ളി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. നമ്മളൊരു സ്റ്റേഷനറി കുറച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയ സാധനങ്ങളൊന്നും പൂർണ്ണമായിട്ട് നമ്മളൊരു അക്കൗണ്ടിങ് ഇയറിൽ എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അവിടെ ബാലൻസ് ഇനിയുണ്ട്. അടുത്ത വർഷം നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കും അല്ലേ. പർച്ചേസ് സ്റ്റിൽ ഷോൺ ആസ് എൻ, അങ്ങനെ അടുത്ത വർഷവും അത് ഉപയോഗിക്കുമെങ്കിൽ പോലും അതിന് ആ സ്റ്റേഷനറിയെ നമ്മൾ എന്തായിട്ടേ കാണിക്കാൻ പാടുള്ളൂ? എക്സ്പെൻസ് ആയിട്ടേ കാണിക്കാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്തായിട്ട് കാണിക്കാൻ പാടില്ല? അസറ്റായിട്ട് കാണിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ദ മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രകാരം സ്റ്റേഷനറി എന്ന് പറയുന്നത് പർച്ചേസ് ആണ്, അല്ലാതെ എന്തല്ല, അസറ്റ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ടാണ്. ഈ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് അങ്ങനെയാണ് അല്ലേ. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ചില ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുന്നത് അത് അക്കൗണ്ടിങ്ങിൻ്റെ ചില പ്രിൻസിപ്പിൾസ് വെച്ചുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്നും കൂടെ സൂചിപ്പിക്കുന്നു. ദെൻ കൺസിസ്റ്റൻസി നോക്കൂ. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ടേം തന്നെ മനസ്സിലാവും എന്താണ്. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഒരു കൊല്ലം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് പല രീതിയിൽ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് നോക്കൂ. എ ബിസിനസ് ഫോളോവേഴ്സ് WDV എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, റിട്ടേൺ ഡൗൺ വാല്യൂ. പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും നമുക്ക് ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള 2 മെത്തേഡ്സ് ആണ് അല്ലേ. ഈ ഫസ്റ്റ് ഇയർ അക്കൗണ്ടിങ്ങിൽ നമ്മളത് ആ 2 മെത്തേഡിലും ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച ഭാഗങ്ങളാണ് അതൊക്കെ. A method of valuation of depreciation in 2018, the company should follow the same method in 2019. അപ്പോൾ 2018 WDV അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്തതെങ്കിൽ 2019 നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതേ മെത്തേഡിനെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാണ് അങ്ങനെ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്? കൺസിസ്റ്റൻസി. അങ്ങനെ ആ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഫേമിൻ്റെ തന്നെ കഴിഞ്ഞ വർഷത്തെ 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ മറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളോ റിപ്പോർട്ടുകളോ ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? കൃത്യമായ രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തത് ഒരു മെത്തേഡിലാണ്, ഈ കൊല്ലം നമ്മൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ്. ഇനി വരാൻ പോകുന്ന വർഷം വേറൊരു മെത്തേഡ് ചെയ്ത ഈ 3 കൊല്ലത്തെ സ്റ്റേറ്റ്മെൻറ്റുകളും റിപ്പോർട്ടുകളും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും, കമ്പയർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതാണ് ദ ബിസിനസ് ഫോളോ സെയിം മെത്തേഡ്സ് ഇൻ എവ്രി ഇയർ. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റില്ല. കാരണം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാവണം. അതാണ് കൺസിസ്റ്റൻസി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. വളരെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റ്സും അല്ലേ. നമുക്കറിയാം വി ക്യാൻ ടേക്ക് സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ഓൾ പോസിബിൾ ലോസസ്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് ഓൾ പോസിബിൾ ലോസസ്. വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾക്കെതിരെ നമുക്ക് എന്തെടുക്കാവുന്നതാണ്? ഒരു മുൻകരുതൽ എടുക്കാവുന്നതാണ്. അതിനാണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം അത് നമുക്ക് തിയറി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു എക്സാമ്പിളായിട്ട് ചോദിക്കുമ്പോൾ അത് കൺസർവേറ്റിസം പ്രകാരമാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. നോക്കുക, ഒന്നാമത്തെ എക്സാമ്പിൾ നോക്കുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അല്ലെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഈസ് ക്രിയേറ്റഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആക്ച്വൽ ബാഡ് ഡെറ്റ് അല്ലേ. നമ്മുടെ ആക്ച്വൽ ബാഡ് ഡെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എത്ര ഉണ്ടാവും എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? കൺസർവേറ്റിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. വി ക്യാൻ ടേക്ക് ഓൾ സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ് പോസിബിൾ ലോസസ് എന്ന് പറയുന്ന പോയിന്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ചെയ്യുന്നത് കൺസർവേറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ചെയ്യുന്നത് കൺസർവേറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ചെയ്യുന്നത് കൺസർവേറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റൊരു പോയിന്റ് നോക്കൂ, ഇതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നു. മൂന്നാമത്തത് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് അല്ലേ. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഈസ് വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ. അങ്ങനെയും പറയാം. ക്ലോസിംഗ് നമ്മളെപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്രിൻസിപ്പിൾ? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് അല്ലേ. വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ഇറ്റ്സ് കോസ്റ്റ് അല്ലേ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് മാർക്കറ്റ് വാല്യൂവും അതേപോലെ തന്നെ കോസ്റ്റും നോക്കിയിട്ട് അതിലേതാണോ കുറവ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് ഓൺ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്.
ദെൻ ടൈംലിനെസ് അല്ലേ. ടൈംലിനെസ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പറയുന്ന സമയത്ത് എന്താണെന്നുള്ളതിനെ പറ്റി ചില ആശങ്കകളുണ്ടാവും. നോക്കൂ, 2 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു എൻഡ് യൂസേഴ്സ് ഓൺ ടൈം ടു ടേക്ക് ടൈംലി ആൻഡ് റേഷണൽ ഡിസിഷൻ. മേക്കിംഗ്, കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ കൃത്യം സമയത്ത് നമ്മുടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട്, അതാണ് ടൈംലിനെസ്. അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു എൻഡ് യൂസേഴ്സ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻഡ് യൂസേഴ്സിനെ പറ്റി പറഞ്ഞു. ഓണേഴ്സ് അല്ലേ, കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ബാങ്കേഴ്സ് അല്ലേ, ഇങ്ങനെയുള്ള ധാരാളം റിസർച്ചേഴ്സ്, സ്കോളേഴ്സ്, ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്, ഈ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ടു എൻഡ് യൂസേഴ്സ് ഓൺ ടൈം അല്ലേ. അവിടെ ആ ഡിലേ ഉണ്ടാവാൻ പാടില്ല. ടൈം ടു ടേക്ക് ടൈംലി ആൻഡ് റേഷണൽ ഡിസിഷൻ മേക്കിംഗ്, ആ രീതിയിൽ അത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് ടൈംലിനെസ് എന്നുള്ളത്. ഈ എന്തുകൊണ്ട് നമ്മളങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ലേ, അത് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവാം. സം കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് സപ്ലൈയിങ്. ചിലർ ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ചിലർ ഹാഫ് ഇയർലി റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അവരുടെ ക്വാർട്ടർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഹാഫ് ഇയർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ കൊടുക്കുന്ന എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ ടൈംലിനെസിൻ്റെ ഭാഗമായിട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താണ് ഈ പ്രിൻസിപ്പിൾ എന്നുള്ളത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ദെൻ മറ്റൊന്ന് നോക്കാം. അടുത്തൊരു പ്രിൻസിപ്പിളിലേക്ക് വരാം. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം അല്ലേ. സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം ഇൻ ഹയർ പർച്ചേസ് സിസ്റ്റം. ഇതിനെപ്പോഴും നമ്മൾ പറയുന്ന എക്സാമ്പിൾ ഈ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമുക്കറിയാം, ഹയർ പർച്ചേസ് സിസ്റ്റം ഓണർഷിപ്പ് വിൽ ബി ഗിവൺ ടു ദ പർച്ചേസർ ഓൺലി വെൻ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് പെയ്ഡ്. അവിടെ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോഴാണ് ഓണർഷിപ്പ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? പർച്ചേസറുടെ അടുത്തേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? സച്ച് അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഫിക്സഡ് അസറ്റ്. ആ അസറ്റൊക്കെ നമ്മൾ ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അതിനെ ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി പർച്ചേസർ, പർച്ചേസറുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അതിനെ ഫിക്സഡ് അസറ്റായി എന്തുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഉത്തരം എന്ന് പറയുന്നത്, ഹിയർ വി സീ ദ സബ്സ്റ്റൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ, ഗെറ്റ് പ്രിഫറൻസ്. അവിടെ ആ സബ്സ്റ്റൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻസിൻ്റെ സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഗെറ്റ് പ്രിഫറൻസ്. എന്തിനേക്കാൾ? ഓവർ ലീഗൽ ഫോം. അവിടെ നിയമപരമായ കാര്യങ്ങളെക്കാൾ അവിടെ അതാണ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം എന്ന് നമ്മൾ അങ്ങനെ പ്രിൻസിപ്പിളായിട്ട് പറയാൻ കാരണം അല്ലേ. ഹിയർ വി സീ ദ സബ്സ്റ്റൻസ് ഓഫ് ദി ട്രാൻസാക്ഷൻ, ഗെറ്റ് പ്രിഫറൻസ്. അവിടെ നമുക്ക് അത് നിയമപരമായിട്ട് അവസാനത്തെ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ അതിനേക്കാൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് അതിൻ്റെ സബ്സ്റ്റൻസിനാണ്. സബ്സ്റ്റൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻ, ഗെറ്റ് പ്രിഫറൻസ് ഓവർ ലീഗൽ ഫോം. കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഹയർ പർച്ചേസ് നല്ലൊരു എക്സാമ്പിളാണ്. ദെൻ പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ് അല്ലേ. ദ പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് പ്രിവെയിലിംഗ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ റെക്കോർഡിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ അല്ലേ. നമ്മുടെ ചില സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന ചില പ്രാക്ടീസസ്, മെത്തേഡ്സ് പ്രിവെയിലിംഗ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ അവർ ഫോളോ ചെയ്യുന്ന ചില പ്രാക്ടീസസ് ഉണ്ടാവാം, അവർ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സ് ഉണ്ടാവാം. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ്? ദിസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർ ഫേം കമ്പാരിസൺ. 2 കമ്പനികൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ അല്ലേ. ഇൻ്റർ ഫേം, ഇൻട്രാ ഫേം, ഇങ്ങനെ പല രീതിയിലുള്ള കമ്പാരിസണുകൾ നമുക്ക് നടത്താൻ പറ്റും. ദിസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻക്രീസസ് ദ റിലയബിലിറ്റി ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു എൻഡ് യൂസേഴ്സ് അല്ലേ. എൻഡ് യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൃത്യമായ രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ കാര്യങ്ങൾ നന്നായി മനസ്സിലാവണമെങ്കിൽ, ക്ലിയർ ആവണമെങ്കിൽ അല്ലേ, അത് കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ, അപ്പോൾ അത്തരത്തിലുള്ള അവർ ഫോളോ ചെയ്യുന്ന പ്രാക്ടീസസും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ പ്രാക്ടീസ് ആൻഡ് മെത്തേഡ്സ് പ്രിവെയിലിംഗ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഹാസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ റെക്കോർഡിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. ദീസ് ഫെസിലിറ്റേറ്റ് ഇൻ്റർ ഫേം അല്ലേ. അപ്പോൾ രണ്ട് ഫേമുകൾ തമ്മിലുള്ള കമ്പാരിസൺ, ഫേമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പീരീഡുകൾ വെച്ചുകൊണ്ടുള്ള കമ്പാരിസൺ, ഇങ്ങനെയൊക്കെ നമ്മൾ കമ്പാരിസൺ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരേപോലെയുള്ള അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യുന്ന ചില പ്രാക്ടീസസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 16ഓളം വരുന്ന ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില പോയിൻറ്റ്സൊക്കെ തന്നെ നമ്മൾ ചുരുക്കി പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആവാത്ത ആളുകൾ ആ ഫസ്റ്റ് ചാപ്റ്റർ വീഡിയോയും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. 9895183418. നമ്പർ ഒന്നും കൂടെ പറയാം, 9895183418.